आपदामपहर्तारं दातारं सर्वसम्पदां लोकाभिरामं भूयो भूयो नमाम्यहं। रामाय रामचन्द्राय रामभद्राय वेधसे रघुनाथाय नाथाय सीताय पतये नमो नमः। जय जय श्री आंजनेयर, जय जय सीताराम. സ്വസ്തികയിലൂടെ രാമായണ കഥാമൃതം 17-ാം ദിവസത്തിലേക്ക്. ബാലി സുഗ്രീവ യുദ്ധം അതിഗംഭീരമായി നടക്കുകയാണ്. അപ്പോഴാണ് ബാലി തൻ്റെ ഗദ കൊണ്ട് സുഗ്രീവന്റെ തലയിൽ ആഞ്ഞടിച്ച് കൊല്ലാനായി ഒരുമ്പിടുമ്പോൾ ഷൂ എന്ന് പറഞ്ഞുകൊണ്ട് രാമബാണം പാഞ്ഞു വന്ന് ബാലിയുടെ മാറിൽ തറച്ചു നിന്നു. വൃക്ഷത്തിന്റെ മറവിൽ നിന്നുകൊണ്ട് അതിശക്തമായ മഹേന്ദ്രാസ്ത്രമാണ് രാമൻ തൊടുത്തുവിട്ടത്. അത് മഹേന്ദ്രപുത്രന്റെ മാറിടം പിളർന്നു. ബാലി കുലുങ്ങിയില്ല, പതറിയില്ല. ബിസിഘം പുറപ്പെട്ട സ്ഥലത്തേക്ക് ഒന്ന് വീക്ഷിച്ചു. ജടാമകുടം പൂണ്ട് ദക്ഷിണഹസ്തത്തിൽ ബാണവും വാമഹസ്തത്തിൽ ചാപവും ധരിച്ചു നിൽക്കുന്ന രഘുകുല തിലകന്റെ നീല കോമള കളേബരം ബാലി കണ്ടു. ആ കപീന്ദ്രന്റെ കൈകൾ മുകുളീകൃതങ്ങളായി. അതോടുകൂടി ആ വീരവാനര രാജേന്ദ്രൻ നിലംപതിച്ചു. തൽക്ഷണം തന്നെ സുഗ്രീവൻ സർവ വൈരാഗ്യങ്ങളും വെടിഞ്ഞ് മരണോന്മുഖനായി വീണ അഗ്രജന്റെ പാദങ്ങളിൽ ചെന്ന് തൊഴുതുകൊണ്ടു നിന്നു. വൃക്ഷമറവിൽ നിന്നും രാമലക്ഷ്മണന്മാരും ഹനുമാനും കൺമുൻപിൽ പ്രവിഷ്ടരായി. ചാപബാണ തൂണീരാദികൾ ധരിച്ചു നിൽക്കുന്ന ആ മുനികുമാരന്മാരെ ബാലി അകതാരിൽ നിറഞ്ഞ ഭക്തിയോടെ മൗനമായി നമസ്കരിച്ചു. ബാലിയുടെ പതനവൃത്താന്തം കേട്ട് കിഷ്കിന്ധ മുഴുവനും നടുങ്ങി. വാനരന്മാർ കൂട്ടം കൂട്ടമായി വന്നു തിങ്ങി. സതീരത്നമായ താരയും പുത്രനായ അംഗദനും ഒരുമിച്ച് അതിദ്രുതം അവിടെ വന്നു. ബാണമേറ്റ് നിലത്ത് കിടക്കുന്ന പ്രാണേശ്വരനെ ഒന്ന് നോക്കിയതിനു ശേഷം താര താപകോപാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് വികാര വിവശയായി ചോദിച്ചു, രാമചന്ദ്ര, ചതിപ്രയോഗം ഒരു ക്ഷത്രിയ രാജകുമാരന് ഭൂഷണമാണോ? അങ്ങ് എന്താണ് ഈ കാണിച്ചത്? ലോകൈക വീരനായ ഒരു മഹാരഥന്റെ ധർമ്മപത്നിയെ നിസങ്കോചം ചതിയാൽ വിധവയാക്കി തീർക്കുകയോ പുത്രനെ അനാഥനാക്കി പെരുവഴിയിൽ ഇറക്കുകയോ? എന്റെ പ്രിയതമനും അങ്ങും തമ്മിൽ ഒരു വൈരാഗ്യവും ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ എന്തിനാണ് എന്റെ ഭർത്താവിന്റെ നേർക്കങ്ങി ഒളിയമ്പ് പ്രയോഗിച്ചത്? ഇതാണോ സൂര്യവംശ രാജധർമ്മം? ഈ വാനരപ്രവരൻ ആരാണെന്ന് അങ്ങേക്ക് അറിയുമോ? പാലാഴി മദനകാലത്ത് അങ്ങയുടെ സേവകന്മാരായ ദേവന്മാർക്ക് അമൃതം ലഭിക്കുന്നതിന് വേണ്ടി പാശമായ വാസുകിയുടെ തലയ്ക്കൽ ഒറ്റയ്ക്ക് നിന്ന് വലിച്ചവനാണ്. അങ്ങ് ആരാണെന്ന് ഞാൻ അറിയുന്നുണ്ട്. ഞാൻ ആരാണെന്ന് അങ്ങയ്ക്ക് അറിയാമോ? അങ്ങയുടെ പത്നി ലക്ഷ്മിയുടെ സഹോദരിയാണു ഞാൻ. ഞാനും പാലാഴിയിൽ നിന്ന് ഉയർന്നു വന്നവൾ തന്നെയാണ്. യാതൊരു പ്രകോപനവും കൂടാതെ എൻ്റെ ഭർത്താവിൻ്റെ നേർക്ക് അസ്ത്രപ്രയോഗം ചെയ്തത് എത്രയോ കഷ്ടാൽ കഷ്ടതരമാണ്. ഒളിച്ചു നിന്ന് ബാണമെയ്തതൊരു ഭീരുവിന്റെ ലക്ഷണമല്ലേ? സാമം, ദാനം, ക്ഷമ, ധർമ്മം, ധൃതി, സത്യം, പരാക്രമം, ഈ സപ്തഗുണങ്ങളും ഒരു രാജാവിന് വേണ്ടതാണ്. അങ്ങിന്ന് അവയെ മറന്നു. രാമൻ പക്ഷേ ശാന്തനായി പറയുകയാണ്, ദേവി ക്ഷമിക്കൂ, കാരണമില്ലാതെ രാമൻ ഒന്നും ചെയ്യാറില്ല. താര പറഞ്ഞു, ശരിയാണ്, എന്തു പ്രവൃത്തി ചെയ്യുമ്പോഴും അതിനൊരു കാരണമുണ്ടാകും. പക്ഷെ അത് ധർമ്മമാണോ അധർമ്മമാണോ എന്നുകൂടി നോക്കണം. അങ്ങേക്ക് കാരണമൊന്നും വേണ്ട. നിഷിദ്ധമായ സ്ത്രീവധം പോലും ചെയ്ത അധർമ്മിയാണ് അങ്ങ്. താടക ഒരു സ്ത്രീ അല്ലായിരുന്നോ? കഷ്ടം, ഉത്കൃഷ്ടമായ സൂര്യവംശം ഇത്ര അധപ്പതിച്ചുവല്ലോ. രാമൻ പറഞ്ഞു, സാധുജന ദ്രോഹം ചെയ്യുന്നവൻ ആരു തന്നെയായാലും അവർ വധിക്കപ്പെടേണ്ടവരാണ്. ശാപം മൂലം രാക്ഷസിയായി ഭവിച്ച താടകയുടെ രാക്ഷസീ ശരീരം നശിപ്പിച്ച് അവളുടെ പൂർവ്വസ്വരൂപം നൽകുകയാണ് ഞാൻ ചെയ്തത്. അതെങ്ങനെ വധമാകും? ഭാർഗവരാമൻ സ്വന്തം മാതാവിനെ വധിച്ചിട്ട് അദ്ദേഹത്തിന്റെ അവതാര മഹത്വത്തിന് വല്ല കുറവും സംഭവിച്ചോ?
ശാപഗ്രസ്തയായ മുനിപത്നിക്ക് ശാപമോചനം നൽകിയവനും ഞാൻ തന്നെയാണ്. അത് എന്തുകൊണ്ട് പറയുന്നില്ല? ആ സ്ത്രീ മറ്റാരുമല്ല, ഭവതിയുടെ ഭർത്താവിന്റെ വളർത്തമ്മയായ അഹല്യയാണ്. ബാലി സുഗ്രീവന്മാർക്ക് അമ്മയില്ല. അവരെ അമ്മയായി വളർത്തിയത് അഹല്യയാണ്. ഈ അഹല്യയെ ശപിച്ച് പാറയാക്കിയപ്പോൾ അതേക്കുറിച്ചോർത്ത് ഒരു തുള്ളി കണ്ണുനീര് പോലും ബാലി പൊഴിച്ചോ? കല്ലായി കിടക്കുന്ന മാതാവിനെ ഒന്നുപോയി കാണാനുള്ള ആഗ്രഹം ബാലിക്കുണ്ടായോ? എന്തൊരു കൃതജ്ഞതയാണത്! മാതൃഹത്യയേക്കാൾ വലിയ പാപമല്ലേ അദ്ദേഹം ചെയ്തത്? ദേവി, ഭവതിയുടെ ഭർത്താവിന് തൻ്റെ ജഡം ഉപേക്ഷിക്കേണ്ട കാലഘട്ടമാണിത്. അതിന് ഞാനൊരു കാരണക്കാരനായി എന്നു മാത്രം ദേവി ധരിച്ചാൽ മതി. താര പ്രിയതമന്റെ ഉത്തമാംഗമെടുത്ത് മടിയിൽ കിടത്തി തളിർകരങ്ങളാൽ ഭർതൃവദനം തടവി ബാഷ്പവർഷം തൂകി. ഗദ്ഗദ കണ്ഠനായി ആ സമയം ബാലി ചോദിച്ചു, പ്രഭോ, താര പറഞ്ഞതല്ല ഞാൻ പറയുന്നത്. അങ്ങ് സൂര്യവംശത്തിലെ ഉജ്ജ്വലമായ തേജോഗോളമായ രഘുവംശ ക്ഷീരാബുദിയിൽ ഉയർന്ന പൂർണ്ണചന്ദ്രനായ ദശരഥ രാജർഷിയുടെ സീമന്തപുത്രനായ രാമഭദ്രനാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ചോരനെ പോലെ ഒളിയമ്പെയ്ത് എന്നെ കൊല്ലാൻ മാത്രം എന്ത് അപരാധം ഞാൻ അങ്ങയോട് ചെയ്തു? ചതിയാൽ എന്നെ വധിച്ചതുകൊണ്ട് അങ്ങേക്ക് എന്തൊരു കീർത്തിയാണ് നേടാൻ കഴിയുന്നത്? അങ്ങ് രാജകുലോദ്ഭവനല്ലേ. കീർത്തിക്കു വേണ്ടിയാണെങ്കിൽ അങ്ങ് നേരെ നിന്ന് യുദ്ധം ചെയ്യേണ്ടിയിരുന്നു. അങ്ങ് സഹായിച്ച സുഗ്രീവനെ കൊണ്ട് അങ്ങേക്ക് എന്ത് കാര്യമാണ് സിദ്ധിക്കാൻ പോകുന്നത്? എന്നെ കൊണ്ട് എന്ത് കാര്യസാധ്യമാണ് സിദ്ധിക്കാത്തത്? അങ്ങയുടെ ധർമ്മപത്നിയെ അപഹരിച്ച ആ ദശഗ്രീവനെ ഒന്ന് നോക്കാൻ ഈ സുഗ്രീവന് ധൈര്യമുണ്ടോ? രാവണനെ ശൃംഖലയിലിട്ടു ബന്ധിച്ച അവനോടുകൂടി അവന്റെ ലങ്കയും ത്രികുട പർവ്വതത്തെയും അരനാഴിക കൊണ്ട് ഞാൻ അങ്ങയുടെ മുമ്പിൽ ആ പാദത്തിൽ കാണിക്കയായി വയ്ക്കുമായിരുന്നല്ലോ. അങ്ങ് ധർമ്മിഷ്ഠനെന്ന് ലോകം പുകഴ്ത്തുന്നു. പക്ഷേ ഒരു കാട്ടാളനേക്കാൾ അധർമ്മമായിട്ടാണ് അങ്ങിന്നു പെരുമാറിയത്. ഒരു വാനരനെ ചതിച്ചു വധിച്ചതുകൊണ്ട് അങ്ങേക്ക് എന്ത് മാനം സിദ്ധിക്കും? ഭക്ഷണത്തിന് വേണ്ടിയാണെങ്കിൽ മർക്കടമാംസം ഭക്ഷ്യവുമല്ല. രാമൻ വീണ്ടും ശാന്തനായി പറയുകയാണ്, കപി കുലോത്തമ, അങ്ങ് എൻ്റെ ധർമ്മബുദ്ധിയെക്കുറിച്ച് വളരെയേറെ ചോദ്യം ചെയ്തു. ഞാനത് സമ്മതിക്കുന്നു. അതേസമയം അങ്ങ് നീതിമാനും ധർമ്മിഷ്ഠനുമാണെന്ന് സ്വയം വിചാരിക്കുകയും ചെയ്യുന്നു. അമിത ഭുജബല പരാക്രമശാലിയാണെന്നുള്ള അഹങ്കാരം അങ്ങയെ ബാധിച്ചിരിക്കുകയാണ്. അധർമ്മികൾക്ക് തോന്നുന്ന ഒരു അജ്ഞാന ചിന്തയാണത്. അങ്ങയുടെ സ്വന്തം സഹോദരനല്ലേ സുഗ്രീവൻ? അമ്മയില്ലാത്ത നിങ്ങൾ രണ്ടുപേരെയും അഹല്യ വളർത്തി. ആ ധന്യയുടെ സമീപത്ത് നിന്ന് പോന്നതിന് ശേഷം പിന്നെ ഒരിക്കലെങ്കിലും ആ മാതാവിനെ അങ്ങ് കണ്ടിട്ടുണ്ടോ? ആ സ്ത്രീ മുനിശാപത്താൽ അങ്ങയുടെ അച്ഛൻ മൂലം കല്ലായി തീർന്നു. എത്ര ഓമനിച്ചു വളർത്തിയ ഒരമ്മയാണത്. ആ അമ്മ കല്ലായി കിടക്കുന്നത് കണ്ടിട്ട് ഒരു തുള്ളി കണ്ണുനീരങ്ങ് പൊഴിച്ചോ? ഇത് ധർമ്മമാണോ? ഈ പാവപ്പെട്ട സുഗ്രീവൻ എത്ര തവണ ആ പാഷാണ ശിലയിൽ ചെന്നു വീണ് കരഞ്ഞിരിക്കുന്നു. മായാവിയുമായി ഗുഹാന്തരത്തിൽ വച്ചുണ്ടായ യുദ്ധത്തിൽ ചോര കണ്ടാൽ വിലദ്വാരം അടയ്ക്കണമെന്നുള്ള നിർദ്ദേശം അനുസരിച്ചല്ലേ നിഷ്കപടനായ നിഷ്കളങ്കനായ ഈ സുഗ്രീവൻ പാറക്കല്ലെടുത്ത ഗുഹാദ്വാരം അടച്ചത്? സുഗ്രീവന് അതിൽ വല്ല ദുരുദ്ദേശവും ഉണ്ടായിരുന്നോ? നിരപരാധിയാണെന്ന് അങ്ങേക്ക് നന്നായിട്ടറിയാം. പരമാർത്ഥം ഗ്രഹിച്ചിട്ടും ആ സാധുവിനോട് തോന്നിയ വൈരാഗ്യം അങ്ങേക്ക് ശമിച്ചില്ല. ഏതെല്ലാം തരത്തിൽ സുഗ്രീവനെ അങ്ങ് ഉപദ്രവിച്ചു. തർപ്പണത്തിന് 4 സമുദ്രങ്ങളിലേക്ക് ചാടുമ്പോ ഈ നിസ്സഹായന്റെ ശിരസിൽ ചവിട്ടിക്കൊണ്ടല്ലേ അങ്ങ് കുതിച്ചുകൊണ്ടിരുന്നത്? ലോകത്തിൽ ഏതെങ്കിലും ഒരു സഹോദരൻ ഈ വിധം പെരുമാറുമോ? ഇത് ധർമ്മമാണോ? പാവനമായ സാഹോദര്യത്തെ ചവിട്ടി മെതിക്കുന്നത് ധർമ്മമാണോ? കേറിക്കിടക്കാൻ ഒരിടം കിട്ടാതെ ഋഷ്യമുഖാചലത്തിന്റെ ഒരു ഗുഹയിൽ സുഗ്രീവന് അഭയം പ്രാപിക്കേണ്ടി വന്നു. നിങ്ങൾ രണ്ടുപേരെയും കിഷ്കിന്ധയിലെ രാജകുമാരന്മാരായി വാഴിക്കാനാണ് ജാംബവാൻ ഇവിടെ കൊണ്ടുവന്നത്. അങ്ങ് രാജകൊട്ടാരത്തിൽ കഴിയുമ്പോൾ അങ്ങയുടെ സഹോദരനായ ഈ സുഗ്രീവൻ ഗുഹയിൽ കഴിഞ്ഞുകൂടുന്നു. ഇത് ധർമ്മമാണോ? അങ്ങയുടെ അഹങ്കാരവും അന്ധമായ പ്രമത്തതാബോധവും കരുണയില്ലാത്ത നിസ്നേഹാവസ്ഥയുമല്ലേ ആ കൊടും ക്രൂര കർമ്മങ്ങൾക്ക് അങ്ങയെ പ്രേരിപ്പിച്ചത്. അങ്ങ് തികച്ചും സ്വാർത്ഥനല്ലേ. ഇത് ധർമ്മമാണോ? അനുജനെ നിഷ്കാസിതനാക്കിയതിനു ശേഷം അവന്റെ ധർമ്മപത്നിയായ രുമായെ
അങ്ങ് ക്രൂരമായിട്ട് ബലമായി പരിഗ്രഹിച്ചു. ആ അധർമ്മ പ്രവൃത്തി ചെയ്യാൻ അങ്ങേക്ക് അറപ്പ് തോന്നിയില്ലേ? പുത്രി, പുത്രഭാര്യ, സഹോദരി, സഹോദര ഭാര്യ, മാതാവ്, ഇവർ തമ്മിൽ യാതൊരു ഭേദവുമില്ല. അത്തരം അധർമ്മങ്ങൾ ചെയ്യുന്ന പാപികളെ നിഗ്രഹിക്കേണ്ടത് രാജധർമ്മമാണ്. അതാണ് ഞാൻ ചെയ്തത്. ഇനിയും പറയാം. വാനരശ്രേഷ്ഠനായ കേസരിയുടെ പത്നി അഞ്ജന ഗർഭവതിയായിരിക്കുമ്പോൾ ആ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി ഒരു സ്ത്രീയെ കൊണ്ട് അങ്ങ് പഞ്ചലോഹ ചൂർണം ആ പാവം അഞ്ജനയെ ഭക്ഷിപ്പിച്ചു. നീതിനിഷ്ഠനായ ഒരു വംശാധിപൻ ചെയ്യേണ്ട ധർമ്മമാണോ അത്? ഭ്രൂണഹത്യ എന്നത് കൊടിയ പാപമല്ലേ? പരമശിവസംഭൂതമായ ഒരു പ്രജയായിരുന്നു അഞ്ജനയുടെ ഉദരത്തിൽ കിടന്നിരുന്നത്. അത് അങ്ങ് ധരിച്ചില്ല. ആ പ്രജ വളർന്നു വന്നവനല്ലേ ഈ അടുത്തു നിൽക്കുന്ന ഹനുമാൻ. അതുമൂലം കാലാരിയുടെ കോപത്തിനും അങ്ങ് പാത്രമായി. ഇതെല്ലാം അധർമ്മങ്ങൾ അല്ല എന്നാണോ അങ്ങ് വിചാരിക്കുന്നത്? ഞാൻ എന്തു ദ്രോഹം ചെയ്തു എന്ന് എന്നോട് അങ്ങ് ചോദിച്ചു. ഇതൊക്കെ ദ്രോഹങ്ങളും അധർമ്മങ്ങളുമല്ലേ? അങ്ങയുടെ നേർക്ക് ഒളിയം പെയ്തു എന്നുള്ള കുറ്റമാണ് എനിക്ക് ആരോപിക്കുന്നത്. അങ്ങയെ വധിക്കണമെങ്കിൽ അങ്ങനെ അമ്പെയ്താലേ സാധ്യമാകൂ. അതുകൊണ്ട് അങ്ങനെ ചെയ്തു. അത് ഒളിയമ്പല്ല. അധർമ്മിയെ ഏതു വിധേയനെയും വധിക്കാം, അല്ലെങ്കിൽ നിധനം ചെയ്യണം. ഇതാണ് നീതിപാലകനായ ഒരു രാജാവിൻ്റെ ധർമ്മം. അതിനു വേണ്ടിയാണ് ഞാൻ ആയുധം ധരിച്ചിങ്ങനെ നടക്കുന്നത്. ധർമ്മം പുലർത്തണം, അധർമ്മം ധ്വംസനം ചെയ്യണം. രാവണനെയും ലങ്കയെയും ത്രികുടപർവ്വതത്തെയും എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു വയ്ക്കുമായിരുന്നു എന്ന് അങ്ങ് പറയുന്നു. പക്ഷെ അങ്ങേക്കത് സാധിക്കുമോ? രാവണ നിധനമാണ് എൻ്റെ പ്രധാന ജന്മോദ്ദേശം തന്നെ. ആ രാവണൻ അങ്ങയുടെ സുഹൃത്തല്ലേ? അങ്ങയുടെ അതിഥിയായി ഈ കിഷ്കിന്ധയിൽ ദശവദനൻ 3 മാസം താമസിച്ച് നിങ്ങൾ തമ്മിൽ മൈത്രീബന്ധം സ്ഥാപിച്ച് അഗ്നിസാക്ഷിയായി സഖ്യം ചെയ്തവരല്ലേ? ലങ്കയും കിഷ്കിന്ധയും എന്നും മിത്രരാജ്യങ്ങളായി വർത്തിക്കുമെന്നും നിങ്ങൾ സത്യം ചെയ്തു. ലോകൈകണ്ഠകനും പാപിയും അധർമ്മിയും ദുഷ്ടനുമാണ് രാവണൻ. അവന്റെ മിത്രവും സഖനുമായ അങ്ങും ആ നിലയിൽ പാപിയും അധർമ്മിയുമാണ്. രാവണൻ എൻ്റെ ശത്രുവായ സ്ഥിതിക്ക് അവന്റെ മിത്രമായ അങ്ങും എൻ്റെ ശത്രുവാണ്. ആയതിനാൽ രാവണവധം പോലെ തന്നെ എൻ്റെ കർത്തവ്യത്തിൽ പ്രധാനപ്പെട്ടതാണ് ബാലിവധവും. ഹേ വാനരാധിപ, അങ്ങയുടെ നേർക്ക് ഞാൻ ബാണം പ്രയോഗിച്ചതിൻ്റെ കാരണങ്ങളെല്ലാം ഇപ്പോൾ അങ്ങയ്ക്ക് വ്യക്തമായി മനസ്സിലായോ? രാമഭാഷിതം കേട്ട് ബാലിയുടെ ഹൃദയത്തിൽ തത്വബോധമുളവായി. ആ കപിവരനെ വലയം ചെയ്തിരുന്ന അഹങ്കാരത്തിന്റെ ജടിലമായ അജ്ഞാനാന്ധകാരം അകന്ന് അവന്റെ അന്തർമുഖ മുകുരത്തിൽ രാമചന്ദ്രന്റെ അഭിരാമ രൂപം നിഴലിച്ചു. അവന്റെ വേപതുപാണികൾ മുകുളീകൃതങ്ങളായി. പ്രഭോ, രഘുകുലമണി ദീപമേ, ലോകാഭിരാമ, നിന്തിരുവടിയുടെ പരമാർത്ഥം അടിയൻ അറിയുന്നു. അജ്ഞത മൂലം അടിയൻ ചെയ്തുപോയ അപരാധങ്ങൾ ക്ഷമിച്ച് അടിയനെ അനുഗ്രഹിക്കണമേ. നിന്തിരുവടിയുടെ ദിവ്യസായകമേറ്റ് ദേഹവിയോഗം ചെയ്യാൻ ഇന്ന് അടിയന് ഇടവന്നത് അടിയന്റെ മഹാഭാഗ്യം അടിയൻ കരുതുന്നു. നാഥ, അങ്ങേ മുമ്പിൽ കണ്ടുകൊണ്ട് അങ്ങയുടെ ഈ വിശ്വമോഹന രൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അടിയന്റെ ദേഹം വെടിയുകയാണ്. ദേവ, ഇതിൽ പരം അടിയൻ എന്തു വേണം? മുക്തിപ്രദം, ആനന്ദ നിഷേവിതം. രാമ രാമ, സീതാപദേ രാമചന്ദ്ര, അടിയനെ അനുഗ്രഹിക്കണമേ. സുഗ്രീവ, അനുജ, നിന്നോട് ചെയ്ത ദ്രോഹങ്ങൾ നീ എന്നോട് ക്ഷമിക്കണം. നീ എൻ്റെ പാദങ്ങളെ ഒന്ന് തലോടുമോ? അഹല്യാശ്രമത്തിൽ തല്ലിക്കളിച്ച് വളർന്ന നാം ജാമ്പവാൻ അമ്മാവന്റെ കൂടെ ദേവലോകത്തു നിന്നും ജ്യേഷ്ഠാനുജന്മാരായി കൈകോർത്ത് പിടിച്ചു പോന്ന നാം എല്ലാം ഈ പാപിയായി ഞാൻ മറന്നു. എന്നിട്ട് ഹനുമാനെ നോക്കുകയാണ്. ആഞ്ജനേയ, പുണ്യാത്മാവേ, നീയും എന്നോട് ക്ഷമിക്കണം. രാമഭദ്ര, നാഥ, എൻ്റെ മകൻ അംഗദനെ അങ്ങ് കൈവെടിയരുത്. അങ്ങയുടെ ലക്ഷ്മണകുമാരനെ പോലെ അംഗദനെ കരുതണം. സുഗ്രീവ, നീ അവനെ നിന്റെ സ്വന്തം പുത്രനായി കരുതണം. അവനെ ഇളമുറയായി നീ വാഴിക്കണം. അംഗദ മോനെ, ഇനിമേൽ നിന്റെ അച്ഛൻ സുഗ്രീവനാണ്, നിന്റെ ദേവൻ രാമഭദ്രനുമാണ്. സുഗ്രീവ, നീ ശ്രദ്ധിച്ചു കേൾക്ക്. നിന്റെ പത്നി രുമ, അവൾ വാനര സ്ത്രീയാണ്. മർക്കട സ്ത്രീകൾക്ക് പാതിവൃത്യ ദോഷമൊന്നുമില്ലെന്ന് കരുതി നീ അവൾക്ക് മാപ്പ് കൊടുക്കണം. എൻ്റെ പത്നി താര, അവൾ വിധവയാകും. വൈധവ്യ ദുഃഖം അവളെ നീ അനുഭവിപ്പിക്കരുത്. അവളെ നീ സ്വീകരിക്കണം. രാമഭദ്ര, നാഥ, ഇനി അടിയനു വയ്യ.
ബാണം പറിച്ച് തൃക്കരം കൊണ്ട് അടിയന്റെ ശരീരം ഒന്ന് തലോടണേ. ബാലിയുടെ അഭിലാഷമനുസരിച്ച് ദാശരഥി അവന്റെ വക്ഷസിൽ നിന്നും ബാണം വലിച്ചൂരിയെടുത്തു. അനന്തരം അവന്റെ ശരീരം ആപാദമസ്തകം അൻപു കലർന്ന് മന്ദം മന്ദം തലോടി. ഭഗവാന്റെ ആ മനോഹരവദനം കണ്ടുകൊണ്ട്, ആ ഭക്തി കൊണ്ടുള്ള അശ്രുക്കൾ പൊഴിച്ചുകൊണ്ട്, രാമനാമം ജപിച്ചുകൊണ്ട്, കൈകൾ രണ്ടും നെഞ്ചോടു ചേർത്ത് കൂപ്പി പിടിച്ചുകൊണ്ട് ബാലി ആ പ്ലവകപ്രവരൻ എന്നേക്കുമായി കണ്ണുകളടച്ചു. ആ പുണ്യാത്മാവിൻ്റെ ആത്മാവ് സ്വർഗസ്ഥമായി നിത്യശാന്തിപദം പ്രാപിച്ചു. ആ സമയം താര പ്രജ്ഞ നശിച്ചൊരു ഭ്രാന്തിയെപ്പോലെ കഥനഭാരം താങ്ങാനാവാതെ നിലവിളിച്ചു. പ്രിയതമന്റെ കൂടെ ഞാനും മരിക്കും. എനിക്കും രാജ്യവും പുത്രനും ഒന്നും വേണ്ട. നാഥ, ഞാനും വരുന്നു. എന്നെ കൂടി കൊണ്ടുപോകൂ. രാമഭദ്ര, കരുണയുണ്ടെങ്കിൽ ഒരു അമ്പ ഇത് ഉള്ളവളെ കൂടി കൊല്ലൂ. അയ്യോ, ഞാനിതെങ്ങനെ സഹിക്കും? ഈ വൈധവ്യ ദുഃഖം അനുഭവിക്കാനാണോ ഞാൻ പാലാഴിയിൽ നിന്നും ഉയർന്നു വന്നത്? അങ്കദ മകനെ, അമ്മയെ കൂടി നീ യാത്രയാക്കൂ. അച്ഛൻ്റെ കൂടെ ഞാനും പോകട്ടെ. ഈ വിധം പലതും ദീനം പുലമ്പിക്കൊണ്ട് ബാലിയുടെ ശിരോഭാഗത്തായി കിടന്ന താരയെ രാമൻ സാന്ത്വനപ്പെടുത്തി. ഭദ്രേ, ഈ ലോകത്തിൽ മരണം ആർക്കാണില്ലാത്തത്? അവതാര പുരുഷന്മാർ പോലും മരണത്തിന് വിധേയരാകുന്നു. ജനിക്കുമ്പോൾ മരണവും കൂടെ ജനിക്കുന്നു എന്നുള്ളത് ലോകത്തിലെ ഒരു അത്ഭുത നിത്യസത്യമാണ് താരേ. ബാലി കൃതയുഗത്തിൽ ജനിച്ചവനാണ്. ആ യുഗം കഴിഞ്ഞ് ത്രേതായുഗത്തിന്റെ മധ്യഘട്ടം വരെ എത്ര ആയിരം വർഷങ്ങൾ അദ്ദേഹം ജീവിച്ചു. ഇനിയും അദ്ദേഹം ജീവിക്കണമെന്ന് പറഞ്ഞാൽ വിധിയും കൂടി അതിനെ അനുകൂലിക്കണ്ടേ? ത്രേതായുഗത്തിൽ ദശരഥപുത്രന്റെ ബാണമേറ്റു മരിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ വിധി. അത് അങ്ങനെ സംഭവിച്ചു. അതിന് എന്തിനു സങ്കടപ്പെടുന്നു? അദ്ദേഹം മരിക്കുകയല്ല ചെയ്തത്, സായൂജ്യപദം പ്രാപിക്കുകയാണ് ചെയ്തത്. അത് സന്തോഷപ്രദമല്ലേ? ഞാനൊന്ന് ചോദിക്കട്ടെ, ഭർത്താവ് ഭവതിയുടെ ശരീരത്തിൻ്റെ ആണോ, ആത്മാവിൻ്റെ ആണോ? ശരീരത്തിൻ്റെ ഭർത്താവ് ബാലിയുടെ ജഡമാണ്. അത് നശ്വരമാണ്, അത് നശിക്കണം. ബാലിയുടെ ആത്മാവ് മരിച്ചിട്ടില്ല, അതിന് നാശവുമില്ല. ആ ആത്മാവ് സ്വർഗസ്ഥമായി മുക്തി നേടിക്കഴിഞ്ഞു. ആ സർവോത്കൃഷ്ടമായ പുണ്യപദം ഭർത്താവിന് ലഭിച്ചതിനാണോ ഭവതി കരയുന്നത്? ഈ വിധം തത്വപരങ്ങളായ സാരോപദേശങ്ങൾ നൽകി ജഗന്മയനായ രാമൻ താരയെ സമാധാനപ്പെടുത്തി. അവൾ എഴുന്നേറ്റ് ആത്മവല്ലഭന്റെ മൃതഗാത്രം 3 വലം വെച്ച് പാദങ്ങൾ സാഷ്ടാംഗം പ്രണാമം ചെയ്തു. അനന്തരം അങ്കദനോട് സഗദ്ഗതം പറഞ്ഞു, മകനെ, അച്ഛൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കൂ. ആത്മാവ് സ്വർഗപ്രാപ്തിയായെങ്കിലും ജഡത്തെ നാം ആദരിക്കണം. മാതാവിൻ്റെ ഉപദേശമനുസരിച്ച് അങ്കദനും പിതൃശരീരം പ്രദക്ഷിണം ചെയ്ത് പാണികൾ കൂപ്പി കാൽക്കൽ നിലകൊണ്ടു. ബാലിയുടെ ഭൗതിക ശരീരം രാജോചിതമായ വിധം സംസ്കരിക്കപ്പെട്ടു. സുഗ്രീവനും അങ്കദനും പൈതൃക കർമ്മങ്ങൾ വിധിപ്രകാരം തന്നെ അനുഷ്ഠിച്ചു. അവയുടെ എല്ലാം മേൽനോട്ടം ലക്ഷ്മണനാണ് നിർവഹിച്ചത്. ബാലിയുടെ സപിണ്ഡി മുതലായ ചരമക്രിയാദികൾ, അടിയന്തിരങ്ങൾ സർവവും സമംഗളം നടത്തിയതിനു ശേഷം ദാശരഥികൾ കിഷ്കിന്ധയിൽ നിന്നും തിരിച്ചുവന്ന് ഋഷ്യമൂകാചലത്തിലെ പ്രസ്രവണം എന്ന ഗഹ്വരത്തിൽ താമസമുറപ്പിച്ചു. കിഷ്കിന്ധാധിപനായി ആദിത്യപുത്രനെയും യുവരാജാവായി അങ്കദനെയും വാഴിക്കാനുള്ള സംരംഭങ്ങൾ ആരംഭിച്ചു. അതിനുള്ള സർവഭാരവാഹിത്വവും ലക്ഷ്മണനിലാണ് നിക്ഷിപ്തമായിരുന്നത്. ഹനുമാനെയും ജാമ്പവാനെയും അതിനുവേണ്ട സജ്ജീകരണങ്ങൾ സംഭരിക്കാനും ചുമതലപ്പെടുത്തി. സുഗ്രീവൻ, മാരുതിയും ജാമ്പവാനും അങ്കദനും ഒരുമിച്ച് തിരുമുൽക്കാഴ്ചയായി മധുരപക്വങ്ങളും എടുപ്പിച്ചുകൊണ്ട് ഋഷിമൂകാചലത്തിൽ വന്ന് രാമചന്ദ്രനെ കണ്ടുവന്ദിച്ച് പട്ടാഭിഷേകം നടത്തിത്തരുവാൻ അപേക്ഷിച്ചു. വനവാസനിയുക്തമായ 14 വർഷക്കാലവും താൻ മറ്റൊരു പുരിയിലും പ്രവേശിക്കുകയില്ലെന്നും യാതൊരു ആഘോഷങ്ങളിലും പങ്കുകൊള്ളുകയില്ലെന്നും തനിക്ക് പകരമായി ലക്ഷ്മണൻ വന്ന് പട്ടാഭിഷേകം നടത്തിച്ചു തരുമെന്നും രാമൻ പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചു. ആ സമയം അർക്കാത്മജനായ സുഗ്രീവനോടായി അദ്ദേഹം പ്രത്യേകം നിർദ്ദേശിച്ചു, സുഗ്രീവ, ഞാൻ അങ്ങയുടെ കൂടെ ഉണ്ടെന്ന് ധരിച്ചുകൊണ്ട് അങ്ങ് പൊയ്ക്കോളൂ. രാജ്യഭരണ വിഷയത്തിൽ യാതൊരു നീതികേടും അങ്ങയിൽ നിന്നും ഉണ്ടാകരുത്. താരയോടും അങ്കദനോടും വളരെ സ്നേഹത്തോടെ പെരുമാറണം. രുമാദേവിയെ ഒട്ടും സംശയിക്കാതെ അങ്ങ് ഭാര്യയായി സ്വീകരിക്കണം. രാജ്യത്തിന് ക്ഷേമ ഐശ്വര്യങ്ങൾ വർദ്ധിപ്പിക്കണം. എല്ലാ കാര്യവും ഹനുമാനോടും വന്ധ്യവൃന്ദനായ ജാമ്പവാനോടും ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. എൻ്റെ സാന്നിധ്യം ആവശ്യമായി വരുമ്പോൾ എനിക്ക് പകരം ലക്ഷ്മണൻ അവിടെ വന്ന് എല്ലാ ഉപദേശങ്ങളും നൽകും. അങ്ങനെ എല്ലാവരും ഭക്തിപൂർവ്വം വിടവാങ്ങി മറഞ്ഞു. പട്ടാഭിഷേക ദിനം സമാഗതമായി.
കിഷ്കിന്ധയിലെ വാദ്യഘോഷങ്ങൾ പ്രസ്രവണ ഗഹ്വര പരിസരത്തിൽ കേൾക്കപ്പെട്ടു. ലക്ഷ്മണൻ നേരത്തെ തന്നെ രാജധാനിയിലേക്ക് പോയിക്കഴിഞ്ഞു. എല്ലാ ചടങ്ങുകളും ലക്ഷ്മണന്റെ മേൽനോട്ടത്തിൽ ഭംഗിയായി നിർവഹിക്കപ്പെട്ടു. ജ്യേഷ്ഠന്റെ നിർദ്ദേശപ്രകാരം സുഗ്രീവനെ കിഷ്കിന്ധ രാജാവായും ബാലിപുത്രനായ അംഗദനെ യുവരാജാവായും രുമയെ മഹാരാജ്ഞിയായും താരയെ സർവ അധികാര പദവികളും നൽകി അമ്മ മഹാറാണിയായും ലക്ഷ്മണൻ അവരോധിച്ചു. ചെങ്കോൽ സുഗ്രീവനെ ഏൽപ്പിച്ചു. ബെങ്കൊറ്റക്കുറ അംഗദനെ ചൂടിച്ചു. അതിനു പുറമെ ഹനുമാനെ പ്രധാന സചിവനായും ജാമ്പവാൻ, നളൻ, നീലൻ എന്നിവരെ ഉപമന്ത്രിമാരായും നിയമിച്ചു. ഇങ്ങനെ ഒരു പട്ടാഭിഷേക മഹോത്സവം കിഷ്കിന്ധയിൽ അതിനു മുമ്പ് നടന്നിട്ടില്ലെന്നും ഇനിയൊട്ട് നടക്കാൻ പോകുകയുമില്ല എന്നുള്ള ഖ്യാതി പരന്നു. ആ കാലത്തിനിടയ്ക്ക് ഋതു ഒന്നു മാറി വർഷക്കാലം സമാഗതമായി. ആ കാലത്ത് ഇന്ദ്രൻ വാർമഴ വില്ലുകൾ കുലച്ചു. ഇടവിടാതെയുള്ള പെരുമാരി ആരംഭിച്ചു. ആറുകളും പുഴകളും കരകവിഞ്ഞൊഴുകി. ഇടിയും മഴയും മൂലം ഒരു കാര്യത്തിനു പുറത്തിറങ്ങാൻ പാടില്ലാത്ത അവസ്ഥയായി. ആ വർഷക്കാലം 4 മാസത്തേക്ക് നീണ്ടു നിൽക്കും. അത് കഴിഞ്ഞ് സീതാന്വേഷണം തുടർന്നാൽ മതിയെന്ന് രാമഭദ്രൻ സുഗ്രീവന് നിർദ്ദേശവും നൽകി. അങ്കനാമണികളും ഒരുമിച്ച് അനംഗലീലകളാടി ആനന്ദിക്കുവാൻ സുഗ്രീവന് അതുമൂലം ഒരു അവസരം ലഭിച്ചു. വർഷക്കാലം മുഴുവനും രാമലക്ഷ്മണന്മാർ പ്രസ്രവണ ഗുഹയിൽ തന്നെ കഴിഞ്ഞുകൂടി. മഴ മാറി മാനം തെളിഞ്ഞ് കാർകൊണ്ടൽ മറവേറ്റിരുന്ന ആകാശം സ്വച്ഛ നീലിമയാർന്നു. സുഗ്രീവൻ സീതാന്വേഷണ കാര്യം തീരെ വിസ്മരിച്ചുകൊണ്ട് മതിമുഖികളുമായി സദാ കാമലഹരിയിൽ മതിമയങ്ങി കഴിയുന്നത് കണ്ട് ഒരു ദിവസം പവനതനയൻ വിനയപൂർവ്വം നിവദിച്ചു. കപീന്ദ്ര, ഒരു കൃതജ്ഞനെ പോലെ അങ്ങ് ഇങ്ങനെ കഴിയുന്നത് എന്താണ്? പ്രത്യുപകാരം മറക്കുന്ന മാനവൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. ആ തത്വം അങ്ങ് മറന്നുപോയോ? സുഗ്രീവൻ പറഞ്ഞു, അത് മാനവരുടെ കാര്യമല്ലേ, വാനരന്മാരായി നമുക്കത് അനുഷ്ഠേയമാണോ? ഹനുമാൻ പറഞ്ഞു, വാനവരായാലും മാനവരായാലും ദാനവരായാലും വാനരരായാലും ആർക്കും ധർമ്മനീതികൾ അനുഷ്ഠേയങ്ങളാണ്. പ്രബലനായ ബാലിയെ വധിച്ച് കിഷ്കിന്ധാ സിംഹാസനം അങ്ങേക്കു നൽകി. അങ്ങയുടെ സത്യപ്രതിജ്ഞ കേവലം ഒരു ജലരേഖയായി തീർന്നിരിക്കുകയാണ്. മധുവും മധുവാണികളുമായി അങ്ങിവിടെ ഉല്ലാസത്തോടെ രസിച്ചു വാഴുന്നു. ആ ദിവ്യാത്മാവ് അങ്ങയുടെ വാക്കും വിശ്വസിച്ച് ആ ഗുഹയിൽ ദുരിതം അനുഭവിച്ച് ജീവിക്കുന്നു. ബാലിയെ വധിച്ച ബാണം അദ്ദേഹത്തിന്റെ ആവനാഴിയിൽ ഇപ്പോഴും ഉണ്ട്. അത് അങ്ങ് ഓർമ്മിക്കാത്തത് എന്താണ്? കഷ്ടം. വർഷകാല ചതുർമാസ്യം കഴിഞ്ഞാൽ സീതാന്വേഷണം തുടരാമെന്നല്ലേ അങ്ങ് ഏറ്റിരുന്നത്? ആ കാലം കഴിഞ്ഞ് ശരത്കാലവും വന്നണഞ്ഞു. എന്നിട്ടും അങ്ങ് അനങ്ങുന്നില്ല. ഇതിന്റെ അനന്തരഫലം എന്തായിരിക്കുമെന്ന് അങ്ങ് അറിയുന്നുണ്ടോ? ഹനുമാന്റെ വാക്കുകൾ കേട്ട് ഭീതിയോടുകൂടി സുഗ്രീവൻ പറഞ്ഞു, മാരുതി, അങ്ങേപ്പോലെ മതിമാനായ മന്ത്രിയുള്ള മന്നവൻ ഒരിക്കലും പരാജയപ്പെടുകയില്ല. അനുഷ്ഠേയങ്ങളായ കാര്യങ്ങളെക്കുറിച്ച് അപ്പപ്പോൾ രാജാവിനെ ഓർമ്മിപ്പിക്കാനും ഉപദേശിക്കാനും കഴിവുള്ള മന്ത്രി ഉണ്ടെങ്കിൽ ഒരു രാജാവിന് ആപത്തു സംഭവിക്കുകയില്ല. നാനാദിക്കിലുമുള്ള അഖില വാനര പുരുഷന്മാരും 15 ദിവസത്തിനകം ഇവിടെ വന്ന് ചേരത്തക്ക വിധം ഊർജിതമായ കൽപ്പന നൽകാൻ സൈന്യമന്ത്രിയായ നീലനെ വേഗം ചെന്നറിയിക്കൂ. തൽക്ഷണം തന്നെ അനിലപുത്രൻ നീലനെ കണ്ട് സുഗ്രീവന്റെ ആജ്ഞാപനം അറിയിച്ചു. അതനുസരിച്ച് ആ സൈന്യ സജീവൻ നാനാദിക്കിലേക്കും ദൂതന്മാരെ നിയോഗിച്ച് അയച്ചു. രാവണചാരന്മാർ അവിടെയൊക്കെ കറങ്ങി നടക്കുന്നുണ്ട്. അതിൽ അകമ്പനൻ ബാലിയുടെ വധത്തെക്കുറിച്ചും സുഗ്രീവന്റെ പട്ടാഭിഷേകത്തെക്കുറിച്ചുമുള്ള സർവ്വ വിവരങ്ങളും ദശാസനെ ധരിപ്പിച്ചു. സീതാന്വേഷണാർത്ഥം വാനരപ്പട പുറപ്പെടുവാൻ ഉദ്ദേശിച്ചിരിക്കുന്നുള്ള വിവരവും അകമ്പനൻ സൂചിപ്പിച്ചു. ബാലി വധിക്കപ്പെട്ടു എന്ന് കേട്ടപ്പോൾ രാവണനൊന്ന് നടുങ്ങി. അവൻ ചോദിച്ചു, ആരാണ് അമിത ബലവാനായ ആ ബാലിയെ കൊന്നത്? അതിനുള്ള കാരണം എന്തായിരുന്നു? അകമ്പനൻ പറഞ്ഞു, ഹരദൂഷണ ത്രിശിരാക്കളെയും 14,000 പടയെയും വധിച്ച രാമൻ തന്നെയാണ് ബാലിയെയും നിഗ്രഹിച്ചത്. കാരണം സുഗ്രീവന് വേണ്ടി. രാവണൻ പറഞ്ഞു, ആ വാനരപ്പട ഇനിയെങ്ങാനീ ലങ്കയിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? രാവണൻ അകമ്പനോട് സംശയം ഉന്നയിച്ചു. ചിലപ്പോൾ അതും സംഭവിച്ചേക്കാം, അവൻ മറുപടി പറഞ്ഞു. അത് കേട്ട് രാവണൻ പുച്ഛസ്വരത്തിൽ പറഞ്ഞു, ഈ സമുദ്രം കടന്ന് ഇങ്ങോട്ട് വരിക അസാധ്യമായ കാര്യമാണ്. അതൊന്നും നടക്കാൻ പോകുന്നില്ല. അഥവാ അവൻ വരുന്നെങ്കിൽ വരട്ടെ, അവൻ എനിക്കൊന്ന് നേരിട്ട് കാണണം. പക്ഷെ അവൻ ഇവിടെ വരുമ്പോഴേക്ക് അവന്റെ പത്നി സീത ഇവിടെ ഉണ്ടായിരിക്കില്ല. 1 വർഷത്തെ കാലാവധിയാണ് ഞാൻ സീതയ്ക്ക് നൽകിയിരിക്കുന്നത്.
ആ കാലത്തിനുള്ളിൽ അവൾ എനിക്ക് വശംവദയാകാത്ത പക്ഷം അബലയെന്നുള്ള വിവേചനം വെടിഞ്ഞ് ഞാൻ അവളെ വധിക്കുമെന്ന് സത്യം ചെയ്തിട്ടുണ്ട്. ആ അവധി ഏതാണ്ട് അടുക്കാറായി. പിന്നെ സീതയ്ക്ക് വേണ്ടി രാമൻ ഇങ്ങോട്ട് വരേണ്ട ആവശ്യം വരികയില്ല. ആട്ടെ, നീ ഇപ്പോൾ പോകൂ. രഹസ്യമായി ആ വാനരന്മാരുടെ ചലനങ്ങൾ സൂക്ഷിച്ചുകൊണ്ടേയിരിക്കണം. അകമ്പനനെ അയച്ചതിനു ശേഷം ദശവദനൻ പെട്ടെന്ന് വിചാരസാഗരത്തിൽ മുഴുകിയിരുന്നു പോയി. രാമചന്ദ്ര, അങ്ങ് വിഷ്ണുവിൻ്റെ അവതാരമാണോ? അങ്ങനെയാണെങ്കിൽ ഒന്ന് വേഗം വരൂ. അങ്ങയെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എത്ര നാളായി കാത്തിരിക്കുന്നു. അങ്ങയുടെ ആഗമനത്തിൻ്റെ ശീഘ്രത വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് സീതയെപ്പോലും ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നത്. ഏതായാലും ഭക്തി കൊണ്ട് വിഷ്ണുവിനെ പ്രസാദിപ്പിക്കുവാൻ എനിക്ക് പറ്റില്ല. പുരുഷോജ്വലമായ പൗലസ്ത്യപുത്രൻ അതിന് തയ്യാറുമല്ല. രാമൻ വിഷ്ണുവാണെങ്കിൽ അവൻ്റെ ശത്രുവായിട്ട് തന്നെ ഞാൻ വർത്തിക്കും. അങ്ങനെ വിദ്വേഷത്തിൽ കൂടി ഞാനൊരു ഭക്തനായി ഭവിക്കും. ഈ വിധ ചിന്തകളിൽ നിന്നും വിരമിച്ച് രാവണൻ അനുജനായ വിഭീഷണനെ ആളയച്ചു വരുത്തി. അകമ്പനനിൽ നിന്ന് ഗ്രഹിച്ച സർവവൃത്താന്തങ്ങളും വിഭീഷണനെ ധരിപ്പിച്ചു. പക്ഷേ തൻ്റെ വിചിത്രമായ വിചാരഗതിയുടെ തിരസ്കരണി മാത്രം ആ നിശാചര പ്രവരൻ വിഭീഷണന്റെ മുന്നിൽ വിപാടനം ചെയ്തില്ല. കാരണം രാമനെ പ്രതീക്ഷിച്ചാണ് താനിരിക്കുന്നതെന്നുള്ള ആ സത്യം മാത്രം വിഭീഷണനോട് പറഞ്ഞില്ല. ബാക്കി എല്ലാ വിവരങ്ങളും വിഭീഷണന് പറഞ്ഞു കൊടുക്കുകയാണ് രാവണൻ. രാമന്റെ സീതാസ്മരണയാണ്. ഒരു വാസരാന്ത്യ സന്ധ്യ. പ്രഭാപൂരം ചൊരിഞ്ഞുകൊണ്ട് പൂർണ്ണചന്ദ്രൻ പൂർവാംബരത്തിൽ ഉദിച്ചു. ഗഹ്വരദ്വാരത്തിനടുത്തിരുന്ന രാമചന്ദ്രൻ ആ പൂത്തിങ്കളിനെ വീക്ഷിച്ച് തൻ്റെ ഓമൽ കാന്തയുടെ ചെന്താർ വദനത്തെ ഓർമ്മിച്ചു. സന്താപത്തോടെ നെടുവീർപ്പിട്ടുകൊണ്ട് അദ്ദേഹം ലക്ഷ്മണനോട് പറഞ്ഞു, സൗമിത്രി, ജനകപുത്രി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചിരിക്കുമോ? നിന്റെ അന്ധകരണം എന്താണ് പറയുന്നത്? സമുദ്രാന്തര വിദൂരത്തിൽ ലങ്കയിൽ അവളെ ആ രാക്ഷസ അധമൻ എവിടെയാണാവോ കൊണ്ടുചെന്നിട്ടിരിക്കുന്നത്? ആരു തുണയില്ലാതെ എൻ്റെ സീത ഭൂമിയെ തന്നെ ശരണം പ്രാപിച്ചിരിക്കണം. ഏതായാലും ഒന്ന് നിശ്ചയം, എൻ്റെ ഹൃദയേശ്വരിയെ കട്ട ആ കള്ളനെ ഞാൻ നിഗ്രഹിക്കും. അവൻ്റെ വംശം ഒന്നാകെ ഞാൻ നശിപ്പിക്കും. എന്നെയും കാത്ത് കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കുന്ന എൻ്റെ സീതയെ എനിക്ക് കാണാൻ കഴിയുമോ ലക്ഷ്മണ? ചന്ദ്രവദനയായ മൈഥിലി എന്നെ വിട്ടുപിരിഞ്ഞതിനാൽ ഈ ഉദിച്ചു നിൽക്കുന്ന ശീതള കിരണനായ ചന്ദ്രൻ ആദിത്യനേക്കാൾ ചൂടുള്ളതായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. സുഗ്രീവനും നമ്മെ കബളിപ്പിച്ചു എന്ന് കരുതേണ്ടിയിരിക്കുന്നു അല്ലേ? സീതാന്വേഷണത്തിന് പുറപ്പെടേണ്ട സമയമെല്ലാം അവൻ തെറ്റിച്ചു കഴിഞ്ഞില്ലേ? ശരത്കാലം സമാഗതമായിട്ടും അവൻ എന്താണ് ഇങ്ങോട്ട് തിരിഞ്ഞുപോലും നോക്കാത്തത്? കൃതജ്ഞനായ അവനും നമ്മെ മറന്നിരിക്കാം. മതിരയും മധുരാക്ഷികളും ഒരുമിച്ച് മതിമറന്ന് അവൻ ജീവിക്കുകയായിരിക്കും. മദ്യപാനികൾ എപ്പോഴും കൃതജ്ഞന്മാരായിരിക്കും. കിഷ്കിന്ധാധിപത്യം തനിക്ക് എങ്ങനെ കിട്ടിയെന്ന് അവൻ ഓർമ്മിക്കുന്നില്ല. ലക്ഷ്മണ, ഇനി നാം ക്ഷമിക്കണമെന്നില്ല. കൃതജ്ഞന്മാർക്കുള്ള ശിക്ഷ വധം തന്നെയാണ്. നീ പോയി അവനെയും അവൻ്റെ വർഗത്തെയും കിഷ്കിന്ധയെയും അഗ്നിവിശിഖത്താൽ നശിപ്പിച്ചിട്ട് വേഗം വരൂ. എന്നിട്ട് നമുക്ക് സീതാന്വേഷണം തുടരാം. നേരത്തെ തന്നെ സുഗ്രീവന്റെ അലസത കണ്ട് ഗൗരവം പൂണ്ടിരുന്ന ലക്ഷ്മണൻ ജ്യേഷ്ഠന്റെ അനുജ്ഞ കിട്ടിയതോടുകൂടി അത്യന്തം ക്രുദ്ധനായി ചാപബാണ തുണീരങ്ങളുമേന്തി പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ രാമൻ അല്പം സൗമ്യതയോടെ പറയുകയാണ്, ലക്ഷ്മണ, ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ച് നീ അവിവേകമൊന്നും കാണിക്കരുത്. സുഗ്രീവൻ വധിക്കപ്പെടേണ്ടവനല്ല. അവൻ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളവൻ തന്നെയാണ്. അവൻ നമ്മുടെ ഒരു ഭക്തനും കൂടിയാണ്. അവൻ ദാസനുമാണ്. അവനെ ഒന്ന് ഭയപ്പെടുത്തിയാൽ മാത്രം മതി. അങ്ങനെ അഗ്രജന്റെ കൽപ്പന അനുസരിച്ച് സുമിത്രാത്മജൻ സർവ ആയുധ സമേതനായി കോപത്തോടുകൂടി അത്യുഗ്ര ഗൗരവത്തോടുകൂടി കിഷ്കിന്ധ ഗോപുരദ്വാരിയിൽ പ്രവേശിക്കുകയാണ്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അടുത്ത ഭാഗത്ത് നമുക്ക് കേൾക്കാം. മനുഷ്യരായാലും ഏത് ആളുകളായിരുന്നാലും നമുക്കൊരാൾ നന്മ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ കടപ്പാട് എന്നെന്നും സൂക്ഷിക്കുക. നമുക്ക് എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ അവരെ സഹായിക്കാനുള്ള സന്മനസ് നമ്മൾ കാണിക്കണം. നമ്മളെ സഹായിക്കുന്ന ആരെയും നമ്മൾ ഒരിക്കലും കൈവടിയരുത്. ഒരു ചെറുതായിട്ടുള്ള രീതിയിൽ, ഒരു വാക്കുകൊണ്ടെങ്കിലും ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു നന്മ ഒരാൾ നമുക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ, ചിലപ്പോൾ പ്രത്യക്ഷമായിട്ടായിരിക്കണം എന്നില്ല,
പരോക്ഷമായിട്ടായിരിക്കാം അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു നന്ദി, കടപ്പാട് ഹൃദയത്തിൽ സൂക്ഷിക്കുക. അത് ഒരിക്കലും മറക്കാതിരിക്കുക. ഒരു പ്രത്യുപകാരം ചെയ്യാൻ എന്തെങ്കിലും ഒരു അവസരം, അവർക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ ഒരു അവസരം നിങ്ങൾക്ക് ലഭിച്ചാൽ അത് ഒട്ടും മടികൂടാതെ ചെയ്യാനും ശ്രമിക്കുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ജയ ജയ സീതാറാം, ജയ ജയ ശ്രീ ആഞ്ജനേയർ.